എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ആണ്. ഉച്ചഭക്ഷണത്തിൽ ഒരു കറി, ഒരു ഉപ്പേരി മാത്രമേ ഉള്ളൂ, വേറെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ചക്കക്കുരുവും മാങ്ങയും വെള്ളരിക്കയും വെച്ചിട്ടാണ് ഇവിടെ കറി ഉണ്ടാക്കുന്നത്. അത്യാവശ്യം പുളിപ്പുള്ള മാങ്ങയാണ് ഈ ഒരു കറിക്ക് നല്ലത്. ചക്കക്കുരു ഇങ്ങനെ രണ്ടാക്കിയാണ് ഇട്ടിട്ടുള്ളത്. ചക്കക്കുരു നേരാക്കുമ്പോൾ ഇതിന്റെ ചുവപ്പൊന്നും കളയേണ്ട ആവശ്യമില്ല. വെള്ളരിക്കയും മാങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, അതുകൊണ്ട് ആദ്യം ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കക്കുരുവും വെള്ളരിക്കയും കൂടെ വേണമെങ്കിൽ കുക്കറിലിടാം. പിന്നെ മാങ്ങ നിങ്ങൾ കുക്കറിലിട്ടാൽ ചിലപ്പോൾ മാങ്ങ നല്ലോണം അടിഞ്ഞു പോവും. അതുകൊണ്ട് കുക്കറിലിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ചക്കക്കുരുവും വെള്ളരിക്കയും മാത്രം കുക്കറിലിട്ടാൽ മതി, മാങ്ങ കുക്കറിലിടണ്ട. ചക്കക്കുരു ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളരിക്കയും മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറിയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അതാദ്യം പറയാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് പിന്നീട് നമ്മൾ ഉണക്കമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ ചെയ്തിട്ട് ചക്കക്കുരു നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങ അരയ്ക്കാതെയും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ചക്കക്കുരു ഉടച്ചെടുക്കുമ്പോൾ കറിക്കൊരു കട്ടി കിട്ടും. ഇവിടെ ചെറിയ മോൻ ചക്കക്കുരു കഴിക്കില്ല, അതുകൊണ്ട് കുറേ കഷ്ണങ്ങളൊക്കെ ചക്കക്കുരു അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളിപ്പില്ല, കറിയിലേക്ക് ഇനിയും കുറച്ചും കൂടെ പുളി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അത്രയും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ പുളി ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കാരണം ഇതിൽ കൂടുതലും ടേസ്റ്റ് വരുന്നത് മാങ്ങ തന്നെയാണ്. മാങ്ങ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് മാങ്ങ മുറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 3/4 തേങ്ങ എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച തേങ്ങ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ചേർക്കാം. ഇവിടെ ചക്കക്കുരു ഉടച്ചു ചേർത്തത് കൊണ്ടും അതേപോലെ തേങ്ങ അരയ്ക്കുന്നത് കൊണ്ടും കറിക്ക് നല്ല കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച ശേഷം കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ വെള്ളം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഉപ്പും വെള്ളവും എല്ലാം പാകമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നില്ല, നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി, അത് കൂടുതൽ സ്വാദുണ്ടാവും. കടുക് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് വറക്കലോട് കൂടെ പണി കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ കറിക്കൊരു പ്രത്യേക സ്വാദ് തന്നെ ഉണ്ടാവും. അതേ പാത്രത്തിൽ ബാക്കിയുള്ള ആ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ കറിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം പോകുന്നു തോന്നിയതുകൊണ്ട് തീ ഓഫ് ചെയ്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് ആ ചൂടിൽ തന്നെ അങ്ങനെ കിടന്നപ്പോൾ വെള്ളം ഒന്ന് ചൂടായി. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കറിയിലേക്ക് വെള്ളം ആവശ്യമില്ലെങ്കിൽ ആ സമയത്ത് ഉലുവാപ്പൊടി മാത്രം ഒന്ന് വഴറ്റിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം വീണ്ടും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കയ്പ്പയ്ക്ക ഉപ്പേരിയാണ്. നിങ്ങളിൽ പലരും ഇത് മെഴുക്ക് പുരട്ടി എന്നായിരിക്കും പറയുക, ഞങ്ങൾ ഇതിനെ കയ്പ്പയ്ക്ക ഉപ്പേരി എന്നാണ് പറയുക. ഡാർക്ക് പച്ച കയ്പ്പയ്ക്ക ഇതിന് അത്ര സ്വാദുണ്ടാവില്ല ഇങ്ങനെ ആക്കിയെടുക്കാൻ. എനിക്ക് പൊതുവെ ഈ ഒരു കളറ് കയ്പ്പയ്ക്കാണ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഇഷ്ടം തോന്നാറുള്ളത്. ഈ ഇളം പച്ച കയ്പ്പയ്ക്ക എപ്പോഴൊന്നും കിട്ടാറില്ല, ചില സമയങ്ങളിൽ മാത്രമേ കടകളിൽ ഉണ്ടാവാറുള്ളൂ. കയ്പ്പയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിടാണ് വേണ്ടത്. വളരെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ ചെറിയ കുറച്ച് കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്തേക്ക് എരിവിന് ആവശ്യമുള്ള അത്ര പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക, അതായത് ആ കയ്പ്പയ്ക്ക വേവാനുള്ള വെള്ളം അത്രയും ഒഴിക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വെള്ളവും കൂടെ ചേർക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ കൂടുതൽ വെന്തു പോകരുത്, അതുകൊണ്ടാണ് കുറച്ചായിട്ട് അങ്ങനെ ഒഴിക്കുന്നത്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം.
ഇടയ്ക്കിടെ അതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇരുമ്പ് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വെന്ത് കുഴഞ്ഞു പോകരുത്, എന്നാൽ പാകത്തിനുള്ള വേവാവുകയും വേണം. പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. കയ്പ്പയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാവും. ഇതും വെറും ചോറും മാത്രം കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ്. ഈ കളർ കയ്പ്പയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ രുചി തോന്നുന്നത്. മറ്റേ കൂടുതൽ പച്ചയുള്ളത് കയ്പ്പയ്ക്ക ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കൂടുതലായിട്ടൊരു കയ്പ്പ് തോന്നും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ പാചകത്തിൽ തുടക്കക്കാർക്ക് ഇത് ഉപകാരമായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.